ഹായോ. സോ നിങ്ങളുടെ പ്ലസ് ടു പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലസ് ടു പ്രിപ്പറേഷൻസിനോടൊപ്പം തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന എന്താണ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. CUET എന്ന് പറഞ്ഞ എക്സാമിനെ പറ്റി, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. CUET എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്ലസ് ടു പോർഷൻസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് എൻട്രൻസിന് യോഗ്യത അല്ലെങ്കിൽ എൻട്രൻസ് പാസ്സായി നിങ്ങൾക്ക് അതിന്റെ കൂടെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ശരിക്കും CUET തരുന്നത്. അപ്പൊ ആ CUET നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാം ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഇത് കണ്ടു നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്തായാലും ഇപ്പൊ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആവണമെന്നില്ല. സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യണം. ഡിഗ്രി മാത്രമല്ല, ഇപ്പൊ സയൻസിലുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ എനിക്ക് ബിടെക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അഗ്രികൾച്ചർ ചൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ബ്രോഡ് ആസ്പെക്ടിൽ നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളവും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വിവിധ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും CUET-ലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ചെറിയ ഫീസിൽ തന്നെ പഠിക്കാൻ സാധിക്കും. വളരെ ചെറിയ ഫീസ് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റീസിൽ കിട്ടുന്ന ലൈബ്രറി എക്സ്പോഷർ ഉണ്ടാവും, അതുപോലെ ഫാക്കൽറ്റി എക്സ്പോഷർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളാണ് ശരിക്കും CUET എൻട്രൻസ് എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലൊക്കെ നമുക്ക് CUET എൻട്രൻസ് എക്സാമിന്റെ ആസ്പിറൻസ് അല്ലെങ്കിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം ഇന്ന് ഇൻക്രീസ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ അത് നിങ്ങൾ അതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ്. നമ്മുടെ CUET-യുടെ നിങ്ങൾ ജസ്റ്റ് CUET UG എന്നും പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ വെബ്സൈറ്റ് വരും. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണാം. കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇതൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ് ശരിക്കും CUET വഴി പങ്കെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ യൂണിവേഴ്സിറ്റിയും ക്ലിക്ക് ചെയ്താൽ ആ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകളും ആ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റും ശരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ചൂസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുമ്പോൾ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ പോയിന്റ് ക്ലിക്ക് ചെയ്തപ്പം അത് റീഡയറക്ട് ചെയ്ത് ഇങ്ങോട്ടാണ് വന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എനിക്ക് ഡിഗ്രി ഓപ്ഷൻസും ബാച്ചിലർ ഓഫ് ടെക്നോളജി BTech ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ച് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എനിക്ക് BSc കെമിസ്ട്രി ആണ്, ഹോണേഴ്സ് ഡിഗ്രി ആണ്, ശ്രദ്ധിക്കണം. നോർമൽ ഡിഗ്രി അല്ല, 4 വർഷത്തെ ഡിഗ്രിയാണ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഡിഗ്രി. ഓണേഴ്സ് ഡിഗ്രി BSc കെമിസ്ട്രിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ എഴുതേണ്ടത് CUET-ന്റെ എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് ശരിക്കും. ഞാൻ അത് മാത്രം എഴുതിയാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രം എഴുതിയാൽ മതിയോ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ BTech കോഴ്സ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. BTech കോഴ്സും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇവിടെ നോക്കുക, BTech കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ നോക്കുന്നത്. CSC ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം എഴുതിയാൽ മതിയോ. അപ്പൊ CS ഒക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നോക്കണമെങ്കിൽ ക്യൂവറ്റിന്റെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം മാത്രം എഴുതിയാൽ മതിയോ. അതേസമയം നിങ്ങളിപ്പം എനർജി എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണെങ്കിൽ നിങ്ങൾ PCM, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി 3 സബ്ജക്ട്സ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 12ാം ക്ലാസ്സിലെ സിലബസ് മാത്രം പഠിച്ചാൽ മതി. +1 +2 കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് 12ാം ക്ലാസ്സിലെ സിലബസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇന്റഗ്രേറ്റഡ് MA ആണ്, ഇന്റഗ്രേറ്റഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആണ്. വെരി ഗുഡ് കോഴ്സ്. അതിന് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം എഴുതിയാൽ മതി. അപ്പൊ അവിടെ കറസ്പോണ്ടിങ് ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, BTech MBA കോഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ 5 BTech MBA, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ആണ്, മാത്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ പ്രൊഫഷണൽ ഡിഗ്രീസ് കോഴ്സുകളുണ്ട്, BCom കോഴ്സുകളുണ്ട്, BCom ഓണേഴ്സ് ഇൻ ജനറൽ ആൻഡ് അപ്ലൈ, പിന്നെ BSc ഓണേഴ്സ് ഇൻ ഇതേപോലെ തന്നെ അപ്ലൈഡ് ജിയോളജി, ഡ്രാമ ആൻഡ് തിയേറ്റർ ആർട്സ്, BSc ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, തമിഴ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സുകൾ. BSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ പല വിവിധ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അവര് സ്പെസിഫൈ ചെയ്യുന്ന, യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്യുന്ന സബ്ജക്ട് മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് CUET എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഇപ്പം ഐക്കർ, ദാറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്ന ഐക്കറിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് CUET എക്സാം എഴുതി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ IARI, ഡൽഹി ഒക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്.
ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലുള്ള. അപ്പൊ അതൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഈ ഇപ്പൊ വെള്ളയാനിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടോ നമ്മുടെ തൃശ്ശൂർ മണ്ണത്തിലുള്ള ക്യാമ്പസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറഞ്ഞ പോലെ ക്യുവറ്റ് എഴുതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് കയറാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം വഴി കേരളത്തിൽ അലോട്ട്മെന്റ് കൊടുത്ത് കയറേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് CUT വഴി നിങ്ങൾക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. ഐക്കർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ്: BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ബാച്ചുലർ ഇൻ ഫിഷറി സയൻസസ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, കമ്മ്യൂണിറ്റി സയൻസ് ഉണ്ട്, ഫുഡ് ന്യൂട്രീഷൻ, ഡയറ്റിക്സ്, സെറികൾച്ചർ, ബിടെക് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡയറി ടെക്നോളജി ബിടെക്, ഫുഡ് ടെക്നോളജി, ബിടെക് ഇൻ ബയോടെക്നോളജി ഉണ്ട്, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ഐക്കറിലും CUT വഴി അപ്ലൈ ചെയ്യാം. സോ അപ്ലൈങ് ഫോർ CUTന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ്. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് +2 പോർഷൻസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ സിലബസിലേക്ക് വന്നാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സിന്റെ ഒരു സിലബസ് എടുത്തു. പക്ക NCERT ആണ്. നിങ്ങളുടെ NCERTയിലുള്ള സെയിം സിലബസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറന്റ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ്, EMI, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഒപ്റ്റിക്സ്, പക്ക നിങ്ങളുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ അത് അപ്ഡേഷൻ അനുസരിച്ച് എന്തായാലും നിങ്ങൾ +2 പഠിക്കുന്ന പോർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ ന്യൂമറസ് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകും. അപ്പൊ ക്യുവറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും ഡാറ്റാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം എത്ര സ്കോറിനാണ് കിട്ടിയത്, കഴിഞ്ഞ വർഷത്തെ പേപ്പർ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ പറയുന്നതാണ്. സോ സൈലം ക്യുവറ്റ് എന്ന ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചാനലിലൂടെ പറയും. സിമിലർലി നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ CUTക്ക് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് CUT ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പറയുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ അപ്ഡേറ്റഡ്. ബൈ.